നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരദീയ പുരാണം പൂർവഭാഗം 1-ാം പാദം 27-ാമത്തെ അധ്യായം. ഗൃഹസ്ഥ വാനപ്രസ്ഥ യതിധർമ്മ നിരൂപണം. ഗൃഹസ്ഥൻ്റെ ആചാരങ്ങളാണ് ഇനി പറയുന്നത്. ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. പുരുഷാർത്ഥങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. മുടി വൃത്തിയാക്കി വെക്കണം. പകലും സന്ധ്യയിലും മലമൂത്ര വിസർജനം നടത്തുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞു നിന്ന് പൂണൂല് ചെവിക്ക് മുകളിൽ വെച്ച് വേണം ചെയ്യാൻ. രാത്രിയാണെങ്കിൽ തെക്കോട്ട് തിരിഞ്ഞു നിൽക്കണം. തലയിൽ തുണിയിട്ട് മൂടണം. പുല്ലുകൊണ്ട് നിലം മൂടണം. കയ്യിൽ ഒരു വടിയും പിടിച്ച് മിണ്ടാതിരിക്കണം. വഴി, തൊഴുത്ത്, നദീതീരം, തടാകം, വീട്, മരത്തണൽ, കാട്, അഗ്നിയുടെ സാന്നിധ്യം, ദേവാലയം, ഉദ്യാനം, ഉഴുതിട്ടിരിക്കുന്ന ഭൂമി, കവല എന്നിവിടങ്ങൾ ഒഴിവാക്കണം. ബ്രാഹ്മണൻ, ഗുരു, സ്ത്രീ എന്നിവയുടെ സമീപത്തോ ഭൂമി, കരി, കപാലം എന്നിവയിലോ വെള്ളത്തിലോ മലമൂത്ര വിസർജനം ചെയ്യരുത്. ശുചിയില്ലാത്തവൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം നിഷ്ഫലമാകുമെന്നതിനാൽ എപ്പോഴും വൃത്തിയായിരിക്കാൻ ശ്രദ്ധിക്കുക. വൃത്തി 2 തരത്തിലാണ്: ബാഹ്യവും ആഭ്യന്തരവും. മണ്ണും വെള്ളവും കൊണ്ട് ബാഹ്യമായ ശുചിത്വം നേടാം. മനസ്സ് ശുദ്ധമായിരിക്കുക എന്നതാണ് ആഭ്യന്തരം. ശൗചത്തിന് ഉപയോഗിക്കുന്ന മണ്ണ് എലിമാളത്തിൽ നിന്നോ കുളം, തടാകം എന്നിവയിൽ നിന്നോ ആകരുത്. ശുദ്ധമായ മണ്ണ് പ്രത്യേകം ശേഖരിക്കേണ്ടതാണ്. ലിംഗത്തിനൊന്നും വൃഷണങ്ങൾക്ക് 3 വീതവുമാണ് മൂത്രവിസർജനത്തിന് ശൗചം വിധിച്ചിട്ടുള്ളത്. ലിംഗത്തിന് 1, ഭൂതത്തിന് 5, ഇടത് കൈയിന് 10 അല്ലെങ്കിൽ 2 കൈയിനും 7 വീതം, കാലുകൾക്ക് 3 വീതം എന്ന ക്രമത്തിൽ മലവിസർജനത്തിന് ശേഷം ശുദ്ധിക്രിയ നടത്തണം. ഇത് ഗൃഹസ്ഥനുള്ളതാണ്. ബ്രഹ്മചാരി ഇതിൻ്റെ ഇരട്ടി ചെയ്യണം. വനവാസികൾ 3 ഇരട്ടി, യതികൾ 4 ഇരട്ടി. തൻ്റെ താമസ സ്ഥലത്താകുമ്പോഴാണ് ഇത്. വഴിയാത്രക്കിടയിലാണെങ്കിൽ ഇതിൽ പകുതി മതിയാകും. അസുഖമുള്ളപ്പോഴും ആപത്തുകൾ സംഭവിക്കുമ്പോഴും നിയമമില്ല. ദുർഗന്ധമില്ലാതാകുന്നതുവരെ ശുചിയാക്കണം. സ്ത്രീകൾക്കും ഉപനയനം കഴിഞ്ഞിട്ടില്ലാത്തവർക്കും ഇത് തന്നെയാണ് വിധി. വ്രതങ്ങൾ ആചരിക്കുമ്പോൾ യതികളെപ്പോലെ ശൗചം ചെയ്യണം. ഇങ്ങനെ ശൗചകർമ്മം കഴിഞ്ഞ് കിഴക്കോട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിന്ന് ആചമനം ചെയ്യണം. മണമോ പതവോ ഇല്ലാത്ത വെള്ളമെടുത്ത് 3-4 പ്രാവശ്യം കുടിക്കണം. 2 പ്രാവശ്യം കവിൾ തുടച്ച് ചുണ്ടും സ്പർശിച്ചതിന് ശേഷം പെരുവിരലും ചൂണ്ടുവിരലും ഉപയോഗിച്ച് മൂക്കിൻ്റെ ദ്വാരങ്ങൾ സ്പർശിക്കണം. പെരുവിരലും മോതിരവിരലും ഉപയോഗിച്ച് കണ്ണും കാതും സ്പർശിക്കണം. പെരുവിരലും ചെറുവിരലും ഉപയോഗിച്ചാണ് നാഭി സ്പർശിക്കേണ്ടത്. മാറിടം കൈത്തലം കൊണ്ട് സ്പർശിച്ച് വിരലുകൾ കൊണ്ട് ശിരസ് തൊടണം. തോളുകളും കൈത്തലവും വിരൽ തുമ്പ് കൊണ്ട് തൊടണം. ഇതാണ് ആചമന ക്രിയ. തോലോടുകൂടി ദന്തകാഷ്ഠയെടുത്ത് ചവച്ച് വെള്ളം കൊണ്ട് കഴുകി മന്ത്രം ചൊല്ലി അവസാനിപ്പിക്കണം. കൂവളം, ഹസനം, അപാമാർഗം, നിമ്പം, എരുക്ക് എന്നിവയാണ് സാധാരണ ഉപയോഗിക്കാറുള്ള ദന്തകാഷ്ഠങ്ങൾ. ആയുസ്, ബലം, യശസ്, കാന്തി, സന്തതി, ഗോക്കൾ, സമ്പത്ത്, ബുദ്ധി എന്നിവ എനിക്ക് നൽകണേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ചെറുവിരലിൻ്റെ വലിപ്പത്തിൽ വണ്ണമുള്ള 10 അങ്കുലം നീളമുള്ള ദന്തകാഷ്ഠം വിപ്രനും 9 അങ്കുലമുള്ളത് ക്ഷത്രിയനും 8 അങ്കുലമുള്ളത് വൈശ്യനും ഉപയോഗിക്കണം. ശൂദ്രനും സ്ത്രീയും ഉപയോഗിക്കുന്നതിന് 4 അങ്കുലം നീളം മതി. ദന്തകാഷ്ഠങ്ങൾ കിട്ടാനില്ലെങ്കിൽ 12 പ്രാവശ്യം വെള്ളം കൊണ്ട് ശുദ്ധി വരുത്തണം. ഇലയോ പുല്ലോ ഉപയോഗിക്കാം. ഇടത് കൈ കൊണ്ട് പല്ലിനടിയിൽ വെച്ച് ചവച്ച് പല്ലുകളിൽ തേച്ച് പശുവിനെ കറക്കാനെടുക്കുന്ന സമയം കഴിഞ്ഞ് തുപ്പിക്കളയാം. 2 ഇലകളെടുത്ത് നാവ് വടിച്ച് കഴുകി ദൂരെ കളയണം. വീണ്ടും ആചമനം ചെയ്ത് ശുദ്ധമായ വെള്ളമുള്ള നദിയിൽ കുളിക്കണം. തടം കഴുകി ദർഭ വെച്ചിട്ട് വേണം നദിയിൽ ഇറങ്ങാൻ. വണങ്ങി സൂര്യനിൽ നിന്ന് ജലം ആവഹിച്ച് സുഗന്ധദ്രവ്യം കൊണ്ടൊരു മണ്ഡലം തീർത്ത് വിഷ്ണുവിനെ ഓർത്ത് മുങ്ങണം. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. പുഷ്കരാദ്യാനി തീർത്ഥാനി ഗംഗാദ്യ സരിതസ്തത ആഗച്ഛന്തു മഹാഭാഗ സ്നാനകാലേ സദാ മമ. അയോധ്യ, മധുരാമായ, കാശി, കാഞ്ചീഹ്യവന്തിക, പുരി, ദ്വാരാവതി, ജ്ഞേയ, സപ്തൈത, മോക്ഷദായിക എന്ന് ചൊല്ലി നദികളെ അവിടേക്ക് ആവാഹിക്കണം. അകമർഷണ മന്ത്രം ചൊല്ലി തർപ്പണം ചെയ്ത് സൂര്യന് അർഘ്യം കൊടുക്കണം. സൂര്യനെ സ്മരിച്ച് വെള്ളത്തിൽ നിന്നും പുറത്തു വന്ന് നല്ല വസ്ത്രമുടുത്ത് ദർഭപ്പുല്ലിലിരുന്ന് സന്ധ്യാകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്ന് ഗായത്രി ജപിക്കണം. ഋതം എന്ന് തുടങ്ങുന്ന മന്ത്രം ചൊല്ലി വീണ്ടും അർപ്പിക്കണം. വെള്ളമെടുത്ത് തന്നെ ചുറ്റി എറിഞ്ഞ് ഋഷി, ഛന്ദസ്, ദേവത എന്നിവയോടുകൂടി പ്രണവമന്ത്രം സ്മരിച്ച് ഭൂഹു എന്ന് തുടങ്ങുന്ന 7 വ്യാഹൃതികളാൽ തലയെ തളിച്ച് ശരീരത്തിന് പ്രത്യേകമായി ന്യാസം ചെയ്യണം. ദേവതമാരെ ആവാഹിക്കണം എന്ന് സാരം.
ഹൃദയത്തിൽ ഓങ്കാരം വിന്യസിച്ച് ശിരസിൽ ഭൂഹു ഭുവം, തലമുടിയിൽ സ്വം, കവചത്തിൽ ഭൂർഭുവഹ, കണ്ണുകളിൽ എന്നിങ്ങനെ വിന്യസിക്കണം. ഭൂർഭുവസുഹ എന്ന എല്ലാ ദിക്കുകളിലേക്കും 3 പ്രാവശ്യം കൈകൊട്ടി ഉച്ചരിക്കണം. എന്നിട്ട് താമരപ്പൂരിയിരിക്കുന്ന പ്രാതസന്ധ്യയെ ആവാഹിക്കണം. ആഗച്ഛ പരമോ ദേവി ദ്രക്ഷരേ ബ്രഹ്മവാദിനി ഗായത്രി ഛന്ദസാം മാതർ ബ്രഹ്മയോനെ നമോസ്തുതേ എന്ന് ഉച്ചയ്ക്ക് രുദ്രരൂപിണിയായ കാളപ്പുറത്തിരിക്കുന്ന ശുക്ലാംബരധരയായ ഗായത്രിയെയാണ് ആവാഹിക്കേണ്ടത്. വൈകുന്നേരം ഗരുഡന്റെ പുറത്തിരിക്കുന്ന മഞ്ഞവസ്ത്രം ധരിച്ച വിഷ്ണു സംഭവയായ സരസ്വതിയെ ആവാഹിക്കണം. ഓങ്കാരവും വ്യാഹൃതികളും 7 പ്രാവശ്യം 3 പാദങ്ങളുള്ള ഗായത്രി ഓം തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത് ചൊല്ലി ശിരസിൽ പ്രാണനെ നിലനിർത്തി പതുക്കെ പുറത്തേക്ക് വിടണം. ഇടതുമൂക്കിലൂടെ അകത്തേക്ക് വലിച്ച് വലതുമൂക്കിലൂടെ പുറത്തേക്ക് വിടണം. 2 പ്രാവശ്യം ആചമനം ചെയ്യണം. എന്നിട്ട് മന്ത്രം ചൊല്ലണം. രാവിലെ സൂര്യനും മധ്യാഹ്നത്തിൽ ജലവും വൈകുന്നേരം അഗ്നിയും എന്നെ രക്ഷിക്കട്ടെ അബോഹിഷ്ട എന്ന മന്ത്രം ചൊല്ലി 3 പ്രാവശ്യം തുടയ്ക്കണം. സുമിത്രിയാഹ എന്ന മന്ത്രം ചൊല്ലി മൂക്കിനടുത്ത് ജലം കൊണ്ടുവന്ന് ശത്രുനാശം വരണമെന്ന് പ്രാർത്ഥിച്ച് തലയിൽ ഒഴിക്കണം. ഹൃദംജ സത്യം എന്ന മന്ത്രം ചൊല്ലി പാപം ദൂരീകരിച്ച് അന്തശ്ചരസി എന്ന മന്ത്രം ചൊല്ലി വെള്ളം കുടിക്കണം. സൂര്യന് സുഗന്ധം, പൂക്കൾ എന്നിവ ചേർത്ത് ജലാഞ്ജലി കൊടുത്ത് സ്വസ്തികാഞ്ജലി അർപ്പിക്കണം. കൈ ഉയർത്തിയും താഴ്ത്തിയും സമയത്തിനനുസരിച്ച് അഞ്ജലി അർപ്പിക്കണം. ഉദുത്യം, ചിത്രം, തച്ചക്ഷു എന്നീ 3 മന്ത്രങ്ങളും ജപിക്കണം. സൂര്യൻ, ശിവൻ, വിഷ്ണു, മറ്റു ദേവന്മാർ എന്നിവർക്ക് ഉദ്ദേശിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലണം. സാവിത്രിയായ ഭവതി തേജസ്സാണല്ലോ എന്ന് സ്തുതിക്കണം. 3 പ്രാവശ്യം ശരീരം കൊണ്ട് കറങ്ങി ഇവരുടെയൊക്കെ കഴിവുകളെ കുറിച്ച് ചിന്തിക്കണം. 4 മുഖങ്ങളുള്ള ബ്രഹ്മാവിൻ്റെ കണ്ണുകളാൽ ചുറ്റപ്പെട്ട കയ്യിൽ രുദ്രാക്ഷമേന്തിയ കുംഭം, സുവം എന്നിവ പിടിച്ചിരിക്കുന്ന ചന്ദ്രസമാന കാന്തിയോടുകൂടിയ ഹംസത്തിൻ്റെ പുറത്തു കയറിയ സൂര്യബിംബത്താൽ അർച്ചിതയായ ഋഗ്രൂപയായ ബ്രഹ്മാണി എന്നും സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ. യൗവനയുക്തയും 3 കണ്ണുള്ളവളും വ്യാക്രകർമ്മമണിഞ്ഞവളും ഗഡ്വാംഗം, തൃശികം, അക്ഷസൂത്രം എന്നിവ ധരിച്ചവളും ജടാകലാപത്തിൽ ചന്ദ്രകലയുള്ളവളും വൃഷത്തിൽ സഞ്ചരിക്കുന്നവളുമായ രുദ്രാണി യജുസിൻ്റെ രൂപത്തിൽ മംഗളങ്ങൾ നൽകട്ടെ. വൈഷ്ണവി മഞ്ഞപ്പട്ടുടുത്ത് ശ്യാമവർണ്ണത്തോടെ ഗരുഡന്റെ പുറത്ത് മണിനൂപുരം, അങ്കദം, മാല എന്നിവയണിഞ്ഞ് കയ്യിൽ ശംഖചക്ര ഗദാപത്മങ്ങളോടെ ശോഭിക്കുന്നു. അവൾ മംഗളം നൽകട്ടെ. ഇങ്ങനെ രാവിലെയും ഉച്ചയ്ക്കും ജപിച്ച് വൈകുന്നേരം ഇവരെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്ന് ഗായത്രി ജപിക്കണം. 1000 പ്രാവശ്യം ജപിച്ചാൽ ഉത്തമവും, 100 മധ്യമവും, 10 അധമവുമാണ്. ഓങ്കാരത്തോടും ഭൂഭുവസ്വഹ എന്നതിനോടും ചേർത്താണ് 3 പാദങ്ങളുള്ള ഗായത്രി ചൊല്ലേണ്ടത്. സന്യാസികൾ 6 ഓങ്കാരങ്ങൾ ചേർത്ത് ചൊല്ലാറുണ്ട്. ഗൃഹസ്ഥൻ 1 ഓങ്കാരം ചേർത്ത് ജപിച്ചാലും മതിയാകും. ഗായത്രി ജപിച്ചു കഴിഞ്ഞ് ഗായത്രിക്കും സവിതാവിനും ജലതർപ്പണം ചെയ്യണം. ഉത്തരി എന്ന മന്ത്രം ചൊല്ലി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ അനുഗ്രഹത്തോടെ ദിക്കുകളെയും ദിഗ്ദേവതകളെയും നമസ്കരിച്ച് രാവിലെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം. ഗൃഹസ്ഥൻ രാവിലെയും ഉച്ചയ്ക്കും കുളിക്കണം. വാനപ്രസ്ഥത്തിലാണെങ്കിൽ 3 പ്രാവശ്യവും കുളിക്കണം. രോഗികളോ യാത്ര ചെയ്യുന്നവരോ ആണെങ്കിൽ ഒരിക്കലായാലും മതി. ദർഭ കയ്യിൽ പിടിച്ച് ബ്രഹ്മയജ്ഞം ചെയ്യേണ്ടതായിട്ടുണ്ട്. പകൽ ചെയ്ത കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ രാത്രിയുടെ അതിയാമങ്ങളിൽ അത് വീണ്ടും ചെയ്യണം. സന്ധ്യോപാസന ചെയ്യാത്തവൻ പാഷണ്ഡനാണ്. ഇതിനുശേഷം വിശ്വദേവന്മാർക്ക് ഹവ്യം അർപ്പിക്കണം. അപ്പോൾ അവിടെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കണം. വരുന്നവരോട് സൗമ്യമായി സംസാരിക്കണം. ഭക്ഷണം, ഫലമൂലാദികൾ, ഗ്രഹം എന്നിവ കൊടുത്ത് സൽക്കരിക്കണം. ആഗ്രഹം സാധിക്കാതെ വീട്ടിൽ നിന്നും പോകുന്ന അതിഥികളുടെ കൂടെ ഗൃഹസ്ഥൻ്റെ പുണ്യങ്ങൾ പോകുകയും അതിഥിയുടെ ദോഷം വീട്ടിൽ നിൽക്കുകയും അതിഥികളുടെ കൂടെ ഗൃഹസ്ഥൻ്റെ പുണ്യങ്ങൾ പോകുകയും അതിഥിയുടെ ദോഷം വീട്ടിൽ നിൽക്കുകയും ചെയ്യും. അന്യദേശത്തു നിന്ന് വരുന്ന പേരോ ഗോത്രമോ അറിയാത്ത ആളെയാണ് അതിഥി എന്ന് പറയുന്നത്. വിഷ്ണുവിനെ പോലെ അയാളെ സൽക്കരിക്കണം. സ്വന്തം ഗ്രാമത്തിൽ വസിക്കുന്ന വിഷ്ണുഭക്തനായ ഒരു പണ്ഡിതന് ദിവസവും പിതൃക്കളെ ഉദ്ദേശിച്ച് ഭക്ഷണം കൊടുക്കണം. പഞ്ചയജ്ഞം ചെയ്യാത്തവൻ പാപിയാണ് എന്നതിനാൽ ദിവസവും അത് ചെയ്യേണ്ടതാകുന്നു. ബ്രഹ്മയജ്ഞം, ഭൂതയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, നൃയജ്ഞം എന്നിവയാണ് പഞ്ചയജ്ഞങ്ങൾ. ഭൃത്യമൃത്രാദികളോടൊപ്പം വേണം ഭക്ഷണം കഴിക്കാൻ. ദ്വിജന്മാർക്ക് ഭക്ഷണം കൊടുക്കണം. സൽപാത്രങ്ങളെ സൽക്കരിക്കാനുള്ള അവസരം ഇല്ലാതാക്കരുത്.
ഇരിപ്പിടത്തിൽ കാലുകയറ്റി വെച്ച് പകുതി മാത്രം വസ്ത്രം ധരിച്ച് വായിൽ നിന്ന് വീണത് വീണ്ടും ഭക്ഷിക്കുന്നവനെ മദ്യപാനിക്ക് തുല്യനായി കണക്കാക്കണം. പകുതി തിന്നുവെച്ച പലഹാരങ്ങൾ രണ്ടാമതെടുത്ത് തിന്നുകയും ഉപ്പ് നേരിട്ട് കഴിക്കുകയും ചെയ്യുന്നവൻ ഗോമാംസം തിന്നുന്നവന് തുല്യനാണ്. ആചമനം ചെയ്യുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ശബ്ദമുണ്ടാക്കരുത്. അവനവന് യോജിക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. ഭക്ഷണത്തെ ഒരിക്കലും നിന്ദിക്കരുത്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നീ അമൃതാണ് എന്ന് പറഞ്ഞ് ജലം കുടിക്കണം. ഭക്ഷണം കഴിഞ്ഞിട്ടും അമൃതാഭിദാനമസി എന്ന് വെള്ളം കുടിക്കണം. 5 പ്രാവശ്യം ആഹൂതി ചെയ്തിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ശരീരശുദ്ധി വരുത്തി ശാസ്ത്രാഭ്യാസം ചെയ്യാം. രാത്രിയിലും ശയനാസന ഭോജനങ്ങൾ യഥാവിധി ചെയ്യാവുന്നതാണ്. ഇതാണ് ഗൃഹസ്ഥൻ്റെ സദാചാരം. എപ്പോഴെങ്കിലും ആചാരങ്ങൾ കൃത്യമായി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം. മനുഷ്യൻ തൻ്റെ ശരീരം ശക്തിയില്ലാതായി വരുന്നത് കണ്ടാൽ, നരം ബാധിക്കുന്നത് കണ്ടാൽ ഉടൻ പത്നിയെ മകനെ ഏൽപ്പിച്ച് വനത്തിലേക്ക് പോകണം. 3 നേരം കുളിച്ച് നഖം, താടി, ജട എന്നിവയൊക്കെ വളർത്തി പഞ്ചയജ്ഞത്തിൽ തൽപരനായി ബ്രഹ്മചര്യമനുഷ്ഠിച്ച് തറയിൽ കിടന്നുറങ്ങണം. ഫലമൂലാദികൾ ഭക്ഷിച്ച് സ്വാധ്യായ തൽപരനായി വിഷ്ണുഭക്തിയോടെ ദയയോടെ ജീവിക്കണം. ഗ്രാമത്തിലുണ്ടാകുന്ന പൂക്കളും ഫലങ്ങളും വീക്ഷിക്കണം. 8 ഉരുളകൾ കൊണ്ട് ഭക്ഷണം അവസാനിപ്പിക്കണം. രാത്രിയിൽ ഭക്ഷണം കഴിക്കരുത്. വാനപ്രസ്ഥം സ്വീകരിച്ചാൽ എണ്ണ പൂർണ്ണമായും ഒഴിവാക്കണം. നിദ്ര, ആലസ്യം, മൈഥുനം എന്നിവ പാടില്ല. ചാന്ദ്രായണാദികൾ ചെയ്ത് വിഷ്ണുഭക്തനായി കഴിയണം. ചൂടും തണുപ്പും സഹിക്കണം. അഗ്നികാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാ വസ്തുക്കളോടും മനസ്സിൽ വൈരാഗ്യമുണ്ടാകുമ്പോൾ മാത്രമേ സന്യസിക്കാൻ പുറപ്പെടാവൂ. വേദാന്തം പഠിക്കാൻ താല്പര്യമുണ്ടാവുകയും നിർമ്മമനും നിരഹങ്കാരിയും സമാധി ഗുണങ്ങളുള്ളവനും ആയിരിക്കണം. ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കാണുന്നവനായിരിക്കണം. നഗ്നനോ കൗപീനധാരിയോ ആയിരിക്കാം. ഗ്രാമത്തിൽ 1 ദിവസവും നഗരത്തിൽ 3 ദിവസവും താമസിക്കാം. ഭിക്ഷയെടുത്ത് ഭക്ഷണം കഴിക്കണം. നല്ല കുടുംബങ്ങളിൽ നിന്ന് മാത്രമേ ഭിക്ഷ സ്വീകരിക്കാവൂ. ശരീരം നന്നാക്കാൻ വേണ്ടി ഭക്ഷിക്കരുത്. തന്നെ അവ്യയവും പരിപൂർണവും ആനന്ദസ്വരൂപവും സനാതനമായ ജ്യോതിസും ജഗത് ചൈതന്യകാരണനും നിർഗുണനുമായ നാരായണൻ തന്നെയായി കാണണം. ഇങ്ങനെ ധ്യാനനിരതനായ യതിക്ക് പരമപദം ലഭിക്കും. ഇതോടുകൂടി 27ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.